ഹായ് ഓൾ, ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് എരിശ്ശേരിയാണ്. അപ്പോൾ ഞാൻ കുറച്ച് മത്തങ്ങ അരിഞ്ഞ് വെച്ചിട്ടുണ്ട്, അരിഞ്ഞ് കഴുകി വെള്ളത്തിലിട്ടിട്ടുണ്ട്. പിന്നെ നമ്മൾ ചെറുപയർ വേവിക്കാനായിട്ടുള്ള ചെറുപയർ വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് മത്തങ്ങയും പയറും കൂടെ ഒന്ന് വേവിച്ചെടുക്കാം. ഇതിലേക്ക് നമുക്ക് ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഒരൽപ്പം മഞ്ഞൾപ്പൊടി, ഒരൽപ്പം കുരുമുളക് പൊടി. ഇനി ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് കൊടുക്കാം. ഇനി നമുക്ക് വേവിച്ചെടുക്കാം അത്. ഇനി നമ്മൾ കുറച്ച് തേങ്ങ എടുത്തിട്ടുണ്ട്, അതിലേക്ക് ഞാൻ കുറച്ച് ജീരകം ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഒരൽപ്പം മഞ്ഞൾപ്പൊടി ചേർക്കാം. ഇനി വെള്ളം ചേർത്ത് ഇതൊന്ന് അരച്ചെടുക്കാം. നമ്മളിവിടെ തേങ്ങ അരച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് കുറച്ച് തേങ്ങ എടുത്തിട്ട് വറുത്തെടുക്കാനുണ്ട്. അപ്പോൾ നമ്മുടെ മത്തങ്ങ വെന്ത് വന്നിട്ടുണ്ട്. അപ്പോൾ ഇനി ഇതിലേക്ക് നമുക്ക് ഇടാനുള്ള തേങ്ങ ഒന്ന് വറുത്തെടുക്കാം. കുറച്ച് ഞാൻ തേങ്ങ എടുത്തിട്ടുണ്ട്, മുളക് എടുത്തിട്ടുണ്ട്, പിന്നെ മുളക് പൊടി, മഞ്ഞൾപ്പൊടി, വേപ്പില. ഇത്ര നമുക്കൊന്ന് ഇത്തിരി കടുക് പൊട്ടിച്ച് വറുത്തെടുക്കാം. നമ്മുടെ ചട്ടി ചൂടായി വന്നിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം. ഇതിലേക്ക് നമുക്ക് കടുക് ഇട്ട് കൊടുക്കാം. ഇതിലേക്ക് മുളക് ഇട്ട് കൊടുക്കാം. ഇതിലേക്ക് തേങ്ങ ഇട്ട് കൊടുക്കാം. വേപ്പില ഇട്ട് കൊടുക്കാം. മുളക് പൊടി, മഞ്ഞൾപ്പൊടി. ഇനി നമുക്കിത് നന്നായിട്ടൊന്ന് വാടി വരുമ്പോൾ, കളർ മാറി വരുമ്പോൾ ഇളക്കി കൊടുക്കാം. ഇപ്പോൾ നല്ല തേങ്ങ വറുത്ത നല്ല സ്മെല്ല് വരണ വരെ നമ്മൾ ഇളക്കി കൊടുക്കണം. നമ്മുടെ തേങ്ങ നല്ലോണം മൊരിഞ്ഞ് വന്നിട്ടുണ്ട്. നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. കളറൊക്കെ മാറി നല്ല ബ്രൗൺ കളറായിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. ഇനി നമുക്ക് മത്തങ്ങയും പയറിലേക്ക് നമ്മൾ അരച്ച് വെച്ച അരപ്പ് നമുക്ക് ഇട്ട് കൊടുക്കാം. നമ്മൾ അരപ്പ് ഇട്ട് കൊടുത്തിട്ടുണ്ട്, അത് നമുക്കൊന്ന് മിക്സ് ചെയ്തെടുക്കാം. എന്നിട്ട് നമുക്ക് ഒരുവിധം വെള്ളം പറ്റി വരുമ്പോഴത്തേനും നമ്മൾ വറുത്തെടുത്തിരിക്കുന്ന തേങ്ങ ഇട്ട് കൊടുക്കാം. ഇതിലേക്ക് ഒരല്പം ഉപ്പിട്ട് കൊടുക്കാം. ഇതിലേക്ക് നമ്മൾ വറുത്ത് വെച്ചേക്കുന്ന അരപ്പിട്ട് കൊടുക്കാം. ഇത് നമുക്ക് മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പം നമ്മുടെ എരിശ്ശേരി ഇവിടെ റെഡി ആയിരിക്കുകയാണ്. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. അടുത്ത വീഡിയോയുമായി വീണ്ടും കാണാം. ബൈ.